റബ്ബിൽ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റിസാലത്ത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള നമ്മുടെ അഖീദ ക്ലാസ്സിലെ 10ാമത്തെ ഭാഗത്താണ് നാം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് 9ാം ക്ലാസ് ആയിരുന്നു. അതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് നല്ലൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേകം ഉണർത്താനുള്ളത്, ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ കൃത്യമായി പഠിക്കുകയും അത് പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ അത് നമ്മളുടെ ഫയലുകളിൽ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് മഹാനായ ഖളർ എന്നവരെ സംബന്ധിച്ച് ഇസ്ലാമിക ലോകത്തുള്ള പഠനാർഹമായ ചർച്ചകൾ നടക്കുമ്പോൾ അതിലേക്കൊരു എത്തിനോട്ടമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഖളർ എന്നവരെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിക വീക്ഷണത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഹദീസിൽ, അതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഖളറിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അദ്ദേഹം ഏത് കാലത്ത് ജീവിച്ചു എന്ന് ചോദിച്ചാൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചു എന്ന് നമുക്ക് പറയാം. ഖുർആൻ അതിന് സാക്ഷിയുമാണ്. അദ്ദേഹത്തിൻ്റെയും മൂസ അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ വിവരിക്കുന്നുണ്ട്. ഖുർആനിലുമുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ സഹീൽ ബുഖാരിയുടെ ഹദീസ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ 2ാം ഭാഗത്ത് നമ്മളത് പറയാം. അപ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ കാലം എന്ന് പറയുമ്പോൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്തിന് മുമ്പാണ് മൂസ അലൈഹിസ്സലാം ഉള്ളത്. മൂസ അലൈഹിസ്സലാമിൻ്റെയും ഈസ അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ എത്ര വർഷമുണ്ട്? ഇമാം സുയൂത്തി അവിടുത്തെ അദ്ദുറുൽ മൻസൂറിൽ പരിചയപ്പെടുത്തുന്നത് മൂസ അലൈഹിസ്സലാമിൻ്റെയും ഈസ അലൈഹിസ്സലാമിൻ്റെ ഇടയിൽ 1500 വർഷത്തെ ദൈർഘ്യമുണ്ട് എന്നാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഈസ അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ 600 വർഷത്തെ ദൈർഘ്യമുണ്ട്, വിടവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 600ഉം 500ഉം കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും കൂട്ടിയാൽ എത്രയാണോ കിട്ടുക അത്ര വർഷം മുമ്പ് മഹാനായ ഖളർ എന്നവർ ജീവിച്ചു എന്നുള്ളതാണ്. ഈ ഖളർ എന്നുള്ള പേര് എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭ്യമായത് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയാം. ഖളർ എന്നവർക്ക് ഖളർ എന്ന പേര് കിട്ടാനുണ്ടായ കാരണം എന്താണ്? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. മ്യൂട്ട് ഒഴിവാക്കി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, നമ്മുടെ എക്സാം നടക്കുമ്പോൾ ആ ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കും. അത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങോട്ട് ചോദിക്കുന്നത്. ആർക്കും അറിയില്ല. ഓക്കെ. എന്നാൽ ഇമാം ബുഖാരിയുടെ സഹീഹിൽ 3402 നമ്പർ ഹദീസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇമാം ബുഖാരിയുടെ സഹീഹിൽ 3402 നമ്പർ ഹദീസിൽ ഈ സംഭവമുണ്ട് എന്നർത്ഥം. പൊതുവേ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ സഹീഹുൽ ബുഖാരി എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ബുഖാരിയാണെന്നാണ് അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ? സ്ക്രീനിൽ കാണാൻ കഴിയും.
കാണുന്നുണ്ട്. നോക്കൂ, ബുഖാരിയുടെ ഹദീത്താണ് കൊടുത്തിട്ടുണ്ട്. ഹദീത്ത് നമ്പർ 3402. അൻ നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട്, കാല, നബി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നമാ സുമ്മിയൽ ഖളിറു, ഖളിർ എന്നവർക്ക് ഈ ഖളിർ എന്ന പേര് നൽകപ്പെട്ടു. ഇന്നമാ സുമ്മിയ, തീർച്ചയായും മഹാനവറുകൾക്ക് നൽകപ്പെട്ടു അൽ ഖളിർ, ഖളിർ എന്ന പേര്. കാരണം എന്താ? അന്നഹു ജലസ അലാ ഫർവത്തിൻ, ഖളിർ എന്നവര് വരണ്ട ഭൂമിയിലിരുന്നു. വരണ്ട ഭൂമി എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളമില്ല, ഒരു പുല്ലുമില്ല, അങ്ങനെ ഉണങ്ങി തരിശായി കിടക്കുന്ന ഒരു ഭൂമി, ഒരു പുല്ല് പോലും മുളക്കാത്ത ഭൂമിയിൽ മഹാനവറുകൾ ഇരുന്നു. അലാ ഫർവത്തിൻ ബൈള, വെള്ളയായ ഭൂമി എന്ന് പറഞ്ഞാൽ ഉണങ്ങി കടിച്ച ഭൂമിയിൽ ഇരുന്നു. ഫഇദാഹിയ, ആ സമയത്ത് ആ ഭൂമി തഹ്തസ്സു മിൻ ഖൽഫിഹി ഹദ്റാ, മഹാനവറുകളുടെ വേക്കിൽ അത് ചലിക്കുന്നു പച്ചയായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാർക്കിൽ ചെല്ലുമ്പോൾ പച്ചപ്പ് നിറഞ്ഞ് ഒഴുകുന്ന രൂപത്തിലുള്ള ഭൂമി കാണുന്നു. അതുപോലെ ഖളിർ എന്നവർ ഒഴിഞ്ഞ പുല്ലൊന്നുമില്ലാത്ത വെറും മൊട്ടപ്പറമ്പിലിരുന്നാൽ ആ സ്ഥലത്ത് പുല്ല് കിളിർത്ത് വളരുന്നു. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് അങ്ങനെ പേര് നൽകപ്പെട്ടത്. ഇത് ബുഖാരിയുടെ ഹദീസാണ്, കഥകളോ മറ്റോ അല്ല, അള്ളാൻ്റെ റസൂല് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ബുഖാരിയുടെ സ്വഹിയായ ഹദീസാണ്, ബുഖാരിയിലുള്ള മുഴുവൻ സ്വഹിയായ ഹദീസാണ്. അപ്പോൾ ഈ ഖളിർ എന്ന് പറയുന്ന ഒരു കഥയിലെ ഒരു നായകനായി പലരും കാണാറുണ്ട്. അങ്ങനെയൊന്നും അല്ല. ഖളിർ എന്നുള്ളത് ഒരു സംഭവം തന്നെയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പേരല്ല. ഖളിർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരായിട്ട് നമുക്ക് കാണാം. ഖളിർ എന്നുള്ളത് ലഖബ് അലം എന്ന് പറയും. ഖളിർ എന്നുള്ളത് ലഖബ് അലം. ലഖബ് കാരണം എന്താണ്? സ്ഥാനപ്പേര്. ഒരാൾക്ക് ഉന്നതമായൊരു പദവി കിട്ടിയാൽ ഉണ്ടാകുന്ന പേരാണ് ലഖബ്. അതാണ് എന്താണ്, ഇയാൾ എവിടെയെങ്കിലും പോയിരുന്നാൽ, ഉണങ്ങിയ സ്ഥലത്ത് ഇരുന്നാൽ അവിടെ പുല്ല് മുളക്കുന്നു, അങ്ങനെയുള്ളൊരവസ്ഥ. ഖളിർ എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ചപ്പ് എന്നല്ലേ? അതാണ് ഖളിർ എന്ന വേർഡിൻ്റെ അർത്ഥം പച്ചപ്പ് എന്നുള്ളതാണ്. അപ്പോൾ മഹാനവറുകൾ എവിടെയെങ്കിലും പോയിരുന്നാൽ അവിടെ പച്ചപ്പുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഖളിർ എന്ന പേര് കിട്ടിയത്. അത് അള്ളാഹു മഹാനവറുകൾക്ക് നൽകിയ കറാമത്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഖളിറിന് അള്ളാഹു നൽകിയ കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനം. അള്ളാഹ് മഹാനവറുകളെ ബഹുമാനിച്ചിരിക്കുകയാണ്, ആദരിച്ചിരിക്കുകയാണ്, ഇത്തരം നല്ല അവസരങ്ങൾ നൽകിക്കൊണ്ട് എന്നർത്ഥം. ശരിയായില്ലേ? അർത്ഥം എങ്ങനെയൊക്കെ അറിയാം? ഇന്നമാ സുമ്മിയൽ ഖളിറ. കേൾക്കണ്ടോ? ഇന്നമാ സുമ്മിയൽ ഖളിറു, ഖളിറിന് പേര് വെക്കപ്പെട്ടു. എന്ത് പേര്? ഖളിർ എന്ന പേര്. കാരണം അന്നഹു ജലസ, തീർച്ചയായും മഹാനവറുകൾ ഇരുന്നു, അലാ ഫർവത്തിൻ, ഒരു ഉണങ്ങിയ ഭൂമിയിൽ. ഫർവത്തിൻ ബൈളാ, വെള്ളക്കളറിലുള്ള ഉണങ്ങിയ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളെ മരുഭൂമിയിൽ പുല്ല് പോലും മുളക്കാത്തത് പോലെയുള്ളതിനെയാണ് ഫർവത്തും ബൈളാ എന്ന് പറയാം. അവിടെ മൂപ്പരിരുന്നു. ഫൈദാഹി, ആ സമയത്ത് തഹ്തസ്സു, ആ ഭൂമി ചലിക്കുന്നു, മിൻ ഖൽഫിഹി, അതിൻ്റെ ബേക്കിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ബേക്കിൽ നിന്ന്, ഖളുറാ, പച്ചയായിട്ട്. അപ്പോൾ മഹാനവറുകൾ ഉണങ്ങിയ സ്ഥലത്ത് പോയിരുന്നാൽ അവിടെ പച്ചയായിട്ട് എന്ത് ചെയ്യും? പുല്ലുപുഷ്പങ്ങൾ നിറഞ്ഞു കവിയും. അതുകൊണ്ടാണ് മഹാനവറുകൾക്ക് അങ്ങനെ പേര് നൽകിയത്. ശരിയായില്ലേ? ഓക്കെ. ഇനി മഹാനവറുകളുടെ ഒറിജിനൽ പേരെന്താണ്? മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അവിടുത്തെ അൽ ബിദായത്ത് വൻ നിഹായയിൽ പഠിപ്പിക്കുകയാണ്.
ഇബ്നു ഖുതൈബ റളിയല്ലാഹു അൻഹുവിന് അൽ മആരിഫി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതിൽ മഹാനവറുകൾ പറയുകയാണ്, ഖാല വഹ്ബ് ബിൻ മുനബ്ബഹിൻ, മഹാനായ വഹ്ബ് ബിൻ മുനബ്ബഹ് പറഞ്ഞിരിക്കുന്നു, ഇസ്മുൽ ഖളിരി, ഖളിറിന്റെ പേര് ബല്യ ബിനു മൽക്കാൻ, ബല്യ ബിനു മൽക്കാൻ എന്നാണ്. നിരവധി ചരിത്രകാരന്മാർ അത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഖളറിന്റെ പേര്? ഒറിജിനൽ പേരെന്താണ്? ബല്യ ബിനു മൽക്കാൻ. കേട്ടോ, ഞാൻ ആ റെഡ് കളറാക്കി വെച്ചിട്ടുണ്ട്, അത് കണ്ട, ബല്യ ബിനു മൽക്കാൻ. ഖളറിന്റെ പേരതാണ് ബല്യ. അതേ സ്ഥാനത്ത് ഖളിർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വല്ലിപ്പാര പേരാണ്, അതൊന്നും ഇപ്പോൾ നമ്മൾ പഠിച്ചടങ്ങാറാകേണ്ട കാര്യമില്ല. ഇനി ഈ ഖളിർ നബിയാണോ വലിയാണോ എന്നാണ് പിന്നത്തെ പ്രശ്നം. മഹാനായ ഇമാം നവവി തൻ്റെ ശറഹ് മുസ്ലിമിൽ പറയുകയാണ്, ഖാലൽ മാസിരിയു ഇഖ്തലഫൽ ഉലമാഉ ഫിൽ ഖളിരി. ഇമാം മാസിരി ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, പണ്ഡിത ലോകം ഖളിറിൻ്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ്. ഹൽ ഹുവ നബിയുൻ ഔ വലിയുൻ, ഖളിർ നബിയാണോ വലിയാണോ എന്ന തർക്കം പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. കാല, എന്നിട്ട് മഹാനവറുകൾ പറയാം, വഹ്തജ്ജ മൻ ഖാല ബിനുബുവതിഹി, ഖളിർ നബിയാണ് എന്ന് പറഞ്ഞവർ അതിന് തെളിവായി കൊണ്ടുവരുന്നത് ബിഖൗലിഹി മാ ഫഅൽതുഹു അൻ അംരി. ഖളിർ പറയുന്നുണ്ട് മൂസാ നബിയോട്, ആ കുട്ടിൻ്റെ തല മുറിച്ച് കൊന്നതും കപ്പൽ തകർക്കുകയും അതുപോലെ മതിൽ പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തപ്പോൾ മൂസാ നബി എതിർത്തപ്പോൾ മൂപ്പർ പറയുന്നുണ്ട്, മാ ഫഅൽതുഹു അൻ അംരി, ഇത് ഞാൻ എൻ്റെ സ്വന്തം വക ചെയ്തതല്ല, അതായത് എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹി കിട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഫദല്ല അലാ അന്നഹു നബിയുൻ ഊഹിയ ഇലൈഹി, അപ്പോൾ അതൊന്ന് മനസ്സിലായി, മഹാനവറുകൾ നബിയാണ്, വഹി കിട്ടിയിട്ടുണ്ട് എന്ന്. ഖളിർ നബിയാണെന്ന് പറയുന്ന ആളുകൾ അതിനുള്ള തെളിവായി ഉദ്ധരിക്കുകയാണ്. മാത്രമല്ല അവർ പറഞ്ഞു, വബി അന്നഹു അഅലമു മിൻ മൂസ വയബ്അദു അൻ യകൂന വലിയുൻ അഅലമ മിനൻ നബി. മൂസ അലൈഹിസ്സലാം ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പരത്തേക്ക് പോയിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഒരു വലിയാണെങ്കിൽ ഒരു നബിക്ക് വലിയിൻ്റെ അത്ര അറിവുണ്ടായില്ല, വലിയന് നബിനെക്കാണെ അറിവുണ്ടായി എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നബിയായേ പറ്റൂ എന്നവർ വാദിച്ചു. എന്നാൽ പണ്ഡിതന്മാരതിന് നൽകിയ മറുപടി ബി അന്നഹു യജൂസു അൻ യകൂന ഖദ് ഔഹല്ലാഹു ഇലാ നബിയിൻ ഫീ ദാലിക്കൽ അസ്ർ. ഖളിറിന് ഇത്തരം ഇൽമു കിട്ടാൻ കാരണം അന്ന് അള്ളാഹു തആല ഒരു നബിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഹി അറിയിച്ചു, അത് ഖളിറിനെ അറിയിക്കാൻ അള്ളാഹ് ഏൽപ്പിച്ചു. അങ്ങനെയും ഈ കാര്യം നടക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ വലിയന് നബിനെക്കാൺ അറിവുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കേണ്ട കാര്യമില്ല. അള്ളാഹു ഏതെങ്കിലും നബിമാർ മുഖേന ഇദ്ദേഹത്തിന് ഈ വിവരം അറിയിച്ചു കൊടുക്കാനും സാധ്യത ഉണ്ടല്ലോ എന്നതിന് മറുപടി പറഞ്ഞു. അപ്പോൾ ഏതായിരുന്നാലും പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഖളിർ നബിയാണോ വലിയാണോ എന്നുള്ളതിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നബി ആയാലും വേണ്ടില്ല, വലിയായാലും വേണ്ടില്ല, അള്ളാഹു ആലം എന്നുള്ളിടത്ത് നമ്മൾ നിൽക്കുന്നു. കാരണം നബിയാണെന്നുള്ളതിന് വ്യക്തമായ രേഖ നമ്മുടെ കയ്യിലില്ല. വലിയാണെന്നുള്ളതിനും നബി അല്ല വലിയാണെന്ന് പറയാനുള്ള വ്യക്തമായ രേഖയും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? അവിടെ എന്തായാലും വേണ്ടില്ല, പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണിത് എന്നങ്ങനെ നിൽക്കണം. നമ്മുടെ സലഫിയത്ത് അവിടെയാണ്. ഖളിറിനെ നബിയാക്കി പ്രഖ്യാപിച്ചാലും അല്ലെങ്കിൽ വലിയായി പ്രഖ്യാപിച്ചാലും പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഏതായിരുന്നാലും ഖളിർ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തിത്വത്തെ
അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇനി മഹാനവറുകളെ കുറിച്ചുള്ള തെറ്റായ ഒരുപാട് ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. അദ്ദേഹം മരിക്കൂല എന്ന ഒന്ന്, ഖിയാമത്ത് നാൾ വരെ ആൾ ഉണ്ടാവുന്നതാണ് ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ. മനസ്സിലായില്ലേ? മാത്രമല്ല മധ്യ കേരളത്തിലൂടെയൊക്കെ നമ്മൾ ചെന്നാൽ നമ്മുടെ കേരളത്തിലെ 80% ജനങ്ങളും തൗഹീദില്ലാത്ത വിഭാഗമാണ്, നമുക്കറിയാലോ. അവരുടെ ഇടയിലുള്ള ഒരു ധാരണ എന്താന്ന് വെച്ചാൽ, ഖദറാണെങ്കിൽ അദ്ദേഹം നബി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വലം കൈയിൻ്റെ തള്ളവിരലുണ്ടല്ലോ, പെരുവിരൽ, അതിന് എല്ലുണ്ടാവില്ല എന്നാണ്. എങ്ങനെയുണ്ട്? മധ്യ കേരളത്തിലൂടെയൊക്കെ ചെല്ലുമ്പോൾ ചില പഴയ കാരണന്മാർക്ക് നമ്മൾ സലാം പറഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൻ്റെ പെരുവിരലും അങ്ങനെ തപ്പും, എല്ലുണ്ടോ എന്നിങ്ങനെ നോക്കും അവർ. അങ്ങനെയാണ് സമൂഹത്തിൽ പടർന്നു പിടിച്ച തെറ്റായ ധാരണകൾ. മനസ്സിലായില്ലേ? അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മഹാനവറുകൾ മരിച്ചിട്ടില്ല, ഇന്ന് നമ്മുടെ ഇടയിലൂടെ നടക്കുന്നു എന്നാണ് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത്. അനുഭവങ്ങൾ വരെ ആളുകൾ പറയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലൊരു മഹലറ പള്ളിയുണ്ട്. മഹലറ പള്ളിയിൽ മഹലർ ഉസ്താദ് ഒന്നുണ്ടാക്കുമ്പോൾ വലിയ ഹൗളാണ്. ആ ഹൗളിങ്ങൽ, ഹൗള് പറഞ്ഞാൽ കുളം പോലത്തെ ഒന്ന്, പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ആ ഹൗളിങ്ങൽ ഇരുന്നൊള്ളുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കല്ലുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ കല്ലിൻ്റെ മുകളിൽ മഹലർ ഉസ്താദ് വന്നിരിക്കുന്ന ഒരു കല്ലുണ്ട്. അത് ആരും പോയി ഇരിക്കൂല, അത് ഉസ്താദ് ഇരിക്കണ കല്ലാണ്. ഒരു ദിവസം ഒരാളിങ്ങനെ വന്നിട്ട് ആ കല്ലുമ്മ കയറി ഒള്ളുണ്ടാക്കിയെന്ന. അങ്ങനെ കല്ലും ഒള്ളുണ്ടാക്കിയപ്പോൾ മഹദർ ഉസ്താദ് വന്ന് നോക്കുമ്പോൾ മൂപ്പർ അവിടെ ഇരുന്ന് ഒള്ളുണ്ടാക്കുകയാണ്. അതിൽ മഹദർ ഉസ്താദിന് ഇയാൾ കണ്ടുപോയി കയറുത്തത്, എൻ്റെ താടി കണ്ട മൂസൻ്റെ താടി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാണ്. ആ ഒരൊറ്റ വർത്താനം ഖിളർ മഹലറ പള്ളിയിൽ വന്നു എന്നുള്ളതിൻ്റെ രേഖയാക്കി മാറ്റി. ഏതെങ്കിലും മാനസിക രോഗമുള്ള വല്ല മനുഷ്യന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ആ പള്ളി പുണ്യമാക്കപ്പെട്ട പള്ളിയായി മാറി. ഖിളർ നബിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലങ്ങളിലും ഓരോ കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ അന്ധവിശ്വാസം, ഖിളർ നബിയാണെന്നും അദ്ദേഹം എല്ലായിടത്തു കൂടെ സഞ്ചരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായ അന്ധവിശ്വാസ പ്രചരണം നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ മഹാരഥന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ ഖദർ എന്ന ആൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നിരവധി തെളിവുകൾ അതിന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, സൂറത്ത് അംബിയായിലെ 34 മുതൽ 35 വരെയുള്ള വചനം. എന്താണ് അവിടെ പരാമർശിക്കുന്നത് നോക്കൂ നിങ്ങൾ. അല്ലാഹ് പറയാണ്, സ്ക്രീനിൽ കാണാം, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ. മാ ജഅൽനാ ലിബശരിൻ, ഒരു മനുഷ്യനും നാം ആക്കിയിട്ടില്ല, മിൻ ഖബ്ലിക നബിയെ നിങ്ങളുടെ മുമ്പ്, അൽ ഖുൽദ, നിത്യവും ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മുമ്പ് ജീവിച്ചു പോയ ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ ഒരാളും മരിക്കാതെ ഇരുന്നിട്ടില്ല നബിയെ, എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ഖുർആനിൽ പറയാൻ. എന്നിട്ട് അല്ലാഹ് പറയാം, ഫഹുമുൽ ഖാലിദൂ, നിങ്ങൾ മരിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇവിടെ എക്കാലത്തും ഉണ്ടാവുക നബിയേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും എല്ലാ ജീവനുള്ളവരും മരിച്ചു പോകുന്നതാണ്. ഇത് അല്ലാഹ് ഖുർആനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് തൻ്റെ അൽ ബിദായത്ത് വന്നിഹായിൽ പഠിപ്പിക്കുന്നത് കാണാം, ഫൽ ഖദിറു ഇൻ കാന ബശറൻ, ഖദർ എന്നവർ മനുഷ്യനാണെങ്കിൽ, ഫഖദ് ദഖല ഫീ ഹാദൽ ഉമൂമി
ലാ മഹാലത്ത, ഈ പൊതുപ്രഖ്യാപനത്തിൽ അദ്ദേഹവും ഉൾക്കൊണ്ടിരിക്കുന്നു, ഒരു സംശയമേ അതിനില്ല. എന്താ ഇവിടെ പൊതുപ്രഖ്യാപനം? മാ ജഅൽനാ ലിബശരിൻ, ഒരു മനുഷ്യനും നാം ആക്കിയിട്ടില്ല, എക്കാലവും ജീവിക്കുക എന്നുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല എന്ന് അള്ള പറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരെയും എന്നുള്ള വ്യാപകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഖദർ എന്നവർ മനുഷ്യനാണോ എങ്കിൽ അദ്ദേഹം ഇതിൽ പെട്ടു, അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കണം എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്, നബിയെ നിങ്ങളുടെ മുമ്പുള്ള എല്ലാ മനുഷ്യരും മരിച്ചു പോയിട്ടുണ്ട്. അവൻ നബിൻ്റെ മുമ്പുള്ള ആളാണല്ലോ ഖദർ, അദ്ദേഹം മരണപ്പെട്ടു പോയി. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം, ആരൊക്കെയാണ് ഖദർ മരിച്ചു എന്ന് പറയുന്നതെന്ന് അറിയോ? അമ്മല്ലദീന ദഹബു ഇലാ അന്നഹു ഖദ് മാത, ഖിളർ എന്നവർ മരണപ്പെട്ടു എന്ന് പറയുന്നതിലേക്ക് പോയ ആളുകൾ, അമ്മല്ലദീന ചുവപ്പടയാളപ്പെടുത്തിയിരുന്നു, അമ്മല്ലദീന ദഹബു, അപ്പോൾ പോയ ആളുകൾ, ഇലാ അന്നഹു ഖദ് മാത, മഹാനവറുകൾ മരണപ്പെട്ടു എന്നതിലേക്ക് പോയ ആളുകൾ, മിൻഹും അവരിൽപ്പെട്ടതാണ് അൽ ബുഖാരിയു, ഇമാം ബുഖാരി. അപ്പൊ ഇമാം ബുഖാരി പറയാണ് ഖദർ മരിച്ചിട്ടുണ്ട്. വ ഇബ്രാഹിമുൽ ഹർബി, ലോകപ്രസിദ്ധ പണ്ഡിതനാണ്. അതുപോലെ വ അബുൽ ഹുസൈൻ ബിനുൽ മുനാദി, അതുപോലെ വ ഷെയ്ഖ് അബുൽ ഫറജ് ബിനുൽ ജൗസി, ഇവരെല്ലാം ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ്. മാത്രവുമല്ല വഖദ് ഇൻതസറ ലിദാലിക, ഈ ആശയത്തിന് സഹായകമായി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു അബുൽ ഫറജ് ബിനുൽ ജൗസി. എന്നിട്ടോ വ അല്ലഫ ഫീ കിതാബൻ സമ്മാഹു ഉജാലത്തുൽ മുന്തളിർ ഫീ ശറഹി ഹാലത്തിൽ ഖദർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം വരെ ഇബ്നുൽ ഫറജ് അൽ ജൗസി, അബുൽ ഫറജ് ജൗസി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബുൽ ഫറജ് ബിനുൽ ജൗസി ഈ ഖദറിൻ്റെ കാര്യത്തിൽ രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേര് ഉജാലത്തുൽ മുന്തളർ എന്ന ഗ്രന്ഥം തന്നെ രചിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്ന് ഖുർആനിലെ ആയത്ത് നമുക്ക് രേഖയാണ്, സൂറത്ത് അംബിയായിലെ 34-35 വചനങ്ങൾ. ഇനി രണ്ടാമത് ഇമാം ബുഖാരിയുടെ സഹീഹിലെ 601 നമ്പർ ഹദീസ്, ബുഖാരിയുടെ സഹീഹിലെ 601 നമ്പർ ഹദീസ്. അന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഇശാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരം നമസ്കരിച്ചു. ഫി ആഖിരി ഹയാത്തി, പ്രവാചകന്റെ അവസാന കാലത്ത്, മരിക്കാനാവുന്നതിൻ്റെ അടുത്ത്. ഫലമ്മാ സല്ലമ, നമസ്കാരം നമസ്കരിച്ച് സലാം വീട്ടിയപ്പോൾ, ഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി എണീറ്റു. എന്നിട്ട് പറഞ്ഞു, അറഅയ്തകും ലൈലതകും ഹാദിഹി ഫഇന്ന റഅസ മിഅത്തിൻ ലാ യബ്ഖാ മിമ്മൻ ഹുവൽ യൗമ അലാ ലഹ്രിൽ അർളി അഹദുൻ. സഹാബാക്കളെ, നിങ്ങൾ ഓർക്കുക, ഇന്നത്തെ ഈ രാത്രിയിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഇന്ന് തൊട്ട് 100 വർഷം പൂർത്തിയാകുമ്പോൾ ഒരാളും ഭൂമിയുടെ മുകളിൽ ഉണ്ടാവൂല എന്ന് നബി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നത്തെ ഈ രാത്രിയിൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന, അതായത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും 100 വർഷം പൂർത്തിയായാൽ ഭൂമിയുടെ മുകളിൽ ഉണ്ടാവുകയില്ല. സഹാബാക്കൾ നബിന്റെ വാക്കിന് വിശദീകരിച്ച് പറയാൻ, ലാ യബ്ഖാ മിമ്മൻ ഹുവൽ യൗമ അലാ ലഹ്രിൽ അർളി. നബിയ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ലാ യബ്ഖാ, ശേഷിക്കുകയില്ല. മിമ്മൻ, ഒരുത്തരിൽ നിന്ന് ഒരാളും ശേഷിക്കുകയില്ല. എങ്ങനത്തെ ഒരുത്തരാ? ഹുവൽ യൗമ അലാ ലഹ്രിൽ അർളി, അവർ ഇന്ന് ഭൂമിയുടെ മുകളിലാണ്.
അങ്ങനെയുള്ള ഒരാളും എന്താവൂല, ശേഷിക്കില്ല 100 വർഷം പൂർത്തിയായാൽ അവരെല്ലാവരും മണ്ണിനടിയിൽ പോകും എന്ന് റസൂലുള്ള പറഞ്ഞു. ഇത് ബുഖാരിയുടെ 601 നമ്പർ ഹദീസാണ്. അപ്പം നബി പറഞ്ഞ ഹദീസ് എന്താ ഉള്ളത്? ഇന്ന് ഭൂമിയിലുള്ള സർവ മനുഷ്യന്മാരും 100 വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാവരും മണ്ണിനടിയിലായിരിക്കും, എല്ലാവരും മരിച്ചിട്ടുണ്ടാകും. ഇന്ന് ഭൂമുഖത്തുള്ള എല്ലാവരും 100 വർഷം പൂർത്തിയാകുമ്പോൾ മരിച്ചിട്ടുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. അപ്പം നബിയുടെ കാലത്ത് അന്ന് 100 വർഷം പൂർത്തിയായാൽ അന്നുണ്ടായ എല്ലാവരും മരിച്ചിട്ടുണ്ടാകും എങ്കിൽ ഖിളർ എന്നവരും അതിൽ പെടൂലേ? ഖിളർ മാത്രം അതിൽ പെടൂല എന്ന് നബി പറഞ്ഞോ? ഇല്ല. സഹാബത്ത് പറഞ്ഞോ? ഇല്ല. ഖുർആനിലുണ്ടോ? ഇല്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഖിളർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത് എന്താണ് അല്ലാഹു തആല പറയുന്നത്? ഇത് അഖദല്ലാഹു മീസാഖൻ നബിയീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم مصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? പടച്ച തമ്പുരാൻ എന്ത് ചെയ്തു? അമ്പിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാറിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അല്ലേ? പ്രവാചകന്മാരോട് അല്ലാഹു കരാർ വാങ്ങിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന, മീസാഖൻ നബിയീന, പ്രവാചകന്മാരിൽ നിന്നുള്ള കരാറിനെ അല്ലാഹു മേടിച്ച സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കുക. മീസാഖ് കരാർ എന്താണ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകുകയും അനന്തരം നിങ്ങളിലേക്കൊരു പ്രവാചകം വരികയും ചെയ്താൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു, ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് എല്ലാവരോടും കൽപ്പിച്ചു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങളെല്ലാവരും സമ്മതിച്ചില്ലേ? എനിക്കുള്ള എന്നോടുള്ള ബാധ്യതകൾ നിങ്ങൾ ഏറ്റെടുത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്മാരൊക്കെ പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. അപ്പം അല്ലാഹ് പറയാണ്, ഫശ്ഹദു വഅന മഅകും മിനശ് ഷാഹിദീൻ, നിങ്ങൾ സാക്ഷികളാവുക, ഞാൻ നിങ്ങളോടുള്ള സാക്ഷിയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് പറഞ്ഞെന്താ? എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു കരാർ ചെയ്ത എന്താണ്? സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും. റെഡ് കളറിൽ നോക്കൂ. പിന്നെ നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നു, നിങ്ങളുടെ കൂടെ ഉള്ളതിനെ വിശ്വസിക്കുന്ന രൂപത്തിൽ ഒരു പ്രവാചകൻ വന്നാലേ ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം. അതാരാ? മുഹമ്മദ് നബി. അപ്പം ഈ മുഹമ്മദ് നബിനെ വിശ്വസിക്കണം, നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കണം എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ഖിളിർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാളുടെ ബാധ്യത എന്താ? മുഹമ്മദ് നബിനെ അയാൾ സഹായിക്കണ്ടേ? മുഹമ്മദ് നബിക്ക് ഹെൽപ്പ് ചെയ്യണ്ടേ? മുഹമ്മദ് നബിയിൽ ബയ്യത്ത് ചെയ്യണ്ടേ? മുഹമ്മദ് നബി പറഞ്ഞ് കേൾക്കണ്ടേ? മുഹമ്മദ് നബിയുടെ അനുയായി ആവണ്ടേ? നോക്കൂ നിങ്ങൾ, ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി തൻ്റെ അൽബിദായിൽ പറയാം, ഖാല ഇബ്നു അബ്ബാസിൻ മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ഉഖിദ അലൈഹിൽ മീസാഖ്. ഏത് നബിയുണ്ടോ ആ നബിയിൽ നിന്നെല്ലാം അള്ളാഹു ഉടമ്പടി സ്വീകരിച്ചു. എന്താണ് ഉടമ്പടി? ലഇൻ ബുഇസ മുഹമ്മദും വഹുവ ഹയ്യുൻ ലയുഅ്മിനുന്ന ബിഹി വലയൻസുറന്നഹു. മുഹമ്മദ് നബി എങ്ങാനും വന്നാൽ ആ മുഹമ്മദ് നബിയെ നിങ്ങൾ വിശ്വസിക്കണം, അദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞ് എല്ലാ നബിമാരിൽ നിന്നും അള്ളാഹു കരാർ എടുത്തിട്ടുണ്ട്. ഫൽ ഖളിറു ഇൻകാന നബിയൻ, അപ്പോൾ ഖളിർ നബിയാണെങ്കിൽ, ഔ വലിയൻ അല്ലെങ്കിൽ വലിയാണെങ്കിൽ, ഫഖദ് ദഖല ഫീ ഹാദൽ മീസാഖ്, ഖുർആനിൽ ഈ പറഞ്ഞ ഉടമ്പടി ഉണ്ടല്ലോ, എന്താണ്?
ഇത് അഖദല്ലാഹുൽ മീസാഖൻ നബിയീൻ, അമ്പിയാക്കന്മാരുടെ മീസാക്കിനെ, ഉടമ്പടിയെ, അല്ലേ? മീസാഖ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഉടമ്പടി. മീസാക്കിനെ അള്ളാഹു പിടിച്ചു എന്നർത്ഥം. അപ്പം ഈ മീസാക്ക് നബിമാരിൽ നിന്ന് മീസാക്ക് എടുത്തെങ്കിൽ ഖിളിർ നബിയാണെങ്കിൽ ആ നബിൻ്റെ ബാധ്യതയാണ് മുഹമ്മദ് നബിയെ സഹായിക്കുക എന്നുള്ളത്, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നതായി രേഖ നമുക്കില്ല. നോക്കൂ നിങ്ങൾ. മാത്രമല്ല ഇബ്നു കതീർ പറയാം, ഫലൗകാന ഹയ്യം ഫീ സമനി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഖളർ നമ്മുടെ റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നെങ്കിൽ ലകാന അഷ്റഫു അഹ്വാലിഹി അൻ യകൂന ബൈന യദൈഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തണം എന്നല്ലേ? അയാൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ, നബിയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയാണെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ലതെന്താ? നബിനെ സമീപിക്കുക എന്നുള്ളതാണ്. എന്നിട്ടോ യുഅ്മിനു ബിമാ അൻസലല്ലാഹു അലൈഹി, മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്തതിൽ അയാൾ വിശ്വസിക്കണം. വയൻസുറുഹു, മുഹമ്മദ് നബി അയാൾ സഹായിക്കണം. അൻ യസ്ല അഹദും മിനൽ അഅദാഇ ഇലൈഹി, നബിയിലേക്ക് വല്ല ശത്രുക്കളും വരുന്നുണ്ടെങ്കിൽ അവിടെ പ്രതിരോധിക്കാനൊക്കെ ഇയാൾ മുന്നിലുണ്ടാവണം. മാത്രമല്ല നോക്കൂ, ഇബ്നു കതീർ പറയാം, വഹാദാ യൗമു ബദരിൻ, ഇത് ബദറിൻ്റെ കഥയാണ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത്. ഇപ്പോൾ മുകളിൽ നമ്മൾ 3 തെളിവുകൾ പറഞ്ഞു ഖളർ മരിച്ചു എന്നുള്ളതിന്. ഒന്നിപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സൂറത്ത് ആലിംറാനിലെ 81-ാമത്തെ ആയത്ത്, അമ്പിയാക്കന്മാരുടെ കരാറ് മേടിച്ചത്. രണ്ടാമത്തെ നമ്മൾ ബുഖാരിയിൽ പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ 100 വർഷം പൂർത്തിയായാലും ഒരൊറ്റൊന്നും ഭൂമിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. പിന്നെ ഒന്നാമത്തെ തെളിവ് എന്താണ്? സൂറത്ത് അംബിയയിലെ ഒമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ ഫഇമ്മുത്ത ഫഹുമുൽ ഖാലിദൂൻ എന്ന് പറഞ്ഞ ആയത്ത്. എല്ലാവരും മരിച്ചുപോയി, നിങ്ങൾ മരിക്കും, നിങ്ങൾ മരിച്ചാൽ പിന്നെ അവർ ബാക്കിയാവുമോ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ഇനി നാലാമത്തതാണ് നമ്മൾ പറയുന്നത് എന്താണ്? ബദറിൻ്റെ അന്ന് ഇബ്നു കതീർ പറയാം, നബിസൽ യഖൂലു സ്വാദിഖുൽ മസ്ദൂഖ്, അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങനെയാണ് മഹാന്മാർ പറയാം, പരിചയപ്പെടുത്തുക. അതൊന്ന് നോക്കി വെക്കിട്ടാ. ഇതാ ഈ ഓമ ബദർ എന്നുള്ള ചുമപ്പിനെ ഞാനവിടെ ഒഴിവാക്കാം. നിങ്ങളവിടെ ഈ പിന്നെ സാദിഖും മസ്ദൂഖ് എന്നുള്ള വേർഡുകളൊന്ന് നോട്ട് ചെയ്തേക്കും. അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പ്രയോഗിക്കുന്ന ഒരു വേർഡാണ് അസ്സാദിഖ്, സത്യം പറയുന്ന ആള്, അൽ മസ്ദൂഖ്, സത്യമാക്കപ്പെടുന്ന ആള്. പണ്ഡിതന്മാരുടെ മുഹദ്ദിത്തുകളുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹിനോട് അവർ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു അദബ് പ്രകടിപ്പിച്ചിരിക്കും, സാദിഖും മസ്ദൂഖ്. സാദിഖും മസ്ദൂഖ് എന്ന് വേറെ ആരെയും പറയില്ല, മുഹമ്മദ് നബിനെ മാത്രമേ പറയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇബ്നു കതീർ പറയാണ്, യഖൂലു സ്വാദിഖുൽ മസ്ദൂഖ്, അള്ളാഹിൻ്റെ റസൂൽ സാദിഖും മസ്ദൂഖായ റസൂൽ പറയുന്നു, ഫീമാ ദഅ ബിഹി ലി റബ്ബിഹി, തൻ്റെ രക്ഷിതാവിനോടുള്ള പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? വന്തസറഹു വസ്തഫ്തഹു അലാ മൻ കഫറഹു, മഹാനവറുകളെ നിഷേധിച്ച ആളുകൾക്കെതിരെ വിജയം തേടിക്കൊണ്ടും സഹായം തേടിക്കൊണ്ടും അള്ളാഹിനോട് നബി പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥനയിൽ നബി പറഞ്ഞത്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലാ തുഅബദ് ബഅദഹാ ഫിൽ അർള്, അല്ലാഹുവേ ഇൻ തുഹ്ലിക്, അല്ലാഹുമ്മ, അല്ലാഹുവേ. ഈ അല്ലാഹുമ്മ ഈ അള്ളയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ആരെങ്കിലും ഓർമ്മയല്ലോ എന്ന് പറഞ്ഞോളീ. എന്തെങ്കിലും ഓർമ്മയുള്ളവർ പറയും. അല്ലാഹുമ്മ പറഞ്ഞു, യാ അല്ല പറഞ്ഞില്ല. യാ അല്ലയാണോ അല്ലാഹുമ്മയാണോ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത്? കാരണം ആദ്യം അപ്പോൾ യാ അല്ലാ അറിയുമ്പോൾ വരുന്നില്ലേ? അതെ, നമ്മൾ മുമ്പ് അക്കീദ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ ആദ്യം അല്ലയാണ് പരാമർശിക്കുന്നത്, യാ അല്ലാ എന്ന് പറയുമ്പോൾ ആദ്യം യാ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ അള്ളാഹിൻ്റെയും നമ്മളെ ഇടയിൽ യാ ഒരു വിടവുണ്ടാക്കുന്നു. അതുകൊണ്ട് അല്ലാഹുമ്മ പറയുന്നതിനാണ് ഏറ്റവും പുണ്യം
എന്ന് നമ്മൾ ഇമാം ഷാത്തബിയുടെ അൽ മുവാഫഖാത്തിൽ നിന്നുള്ള ഉദ്ധരണികളൊക്കെ പറഞ്ഞ് മുമ്പ്, വളരെ മുമ്പ്, ഒരു 2 വർഷം മുമ്പായിരിക്കും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നബി പ്രാർത്ഥിക്കുകയാണ് ബദറിൽ. ആ നിർണായക ഘട്ടത്തിൽ നബി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ്? ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്റ്റൈലിൽ തന്നെയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ തുഹ്ലിക്ക്, നീ നശിപ്പിച്ചാൽ, അതായത് നശിക്കാൻ നീ അവസരം നൽകിയാൽ, ഹാദിഹിൽ ഇസാബ, ഈ സംഘത്തിന് നശിക്കാൻ നീ അവസരം നൽകിയാൽ, ലാ തുഅബദ് ബഅദഹാ ഫിൽ അർള്, അല്ലാഹുവേ, ഈ സംഘത്തിന് ശേഷം ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവില്ല. അല്ലാഹുവേ, നീ ആരാധിക്കപ്പെടുകയില്ല. അപ്പോൾ ഖിളർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബദറിൽ മൂപ്പരില്ല എന്നുള്ള കാര്യം ചരിത്രത്തിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ എവിടെങ്കിലും മൂപ്പരുണ്ടെങ്കിൽ നബിൻ്റെ ഈ പ്രഖ്യാപനം തെറ്റായില്ലേ? നബി പറഞ്ഞെന്താ? ഞങ്ങള് വധിക്കപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ നിനക്ക് ഇബാദത്തെടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഖളർ എന്നവരങ്ങനെ ഉണ്ടെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ പ്രാർത്ഥന തെറ്റായില്ലേ? ഖളർ ഉണ്ടല്ലോ. അപ്പം എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഖളർ എന്നുള്ള ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ല. അദ്ദേഹം അതിനു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇബ്നു കതീർ പറയാം, വതിൽകൽ ഇസാബ കാന തഹ്തഹാ സാദത്തുൽ മുസ്ലിമീൻ യൗമൈദിൻ വസാദത്തുൽ മലായികത്തി ഹത്താ ജിബ്രീൽ അലൈഹിസ്സലാം. ആ സംഘത്തിൻ്റെ, ചെറുസംഘത്തിൻ്റെ കൊടിക്ക് കീഴിലാണ് അന്നുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യന്മാരും. ഫലൗ കാനൽ ഖളറു ഹയ്യൻ ലകാന വുഖൂഫുഹു തഹ്ത ഹാദിഹി റായ. എന്താ പറയുന്നത്? ഈ ഖളറെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ കൊടിക്ക് കീഴിൽ വരുമായിരുന്നു. ഞാൻ സ്ക്രീൻ ഒഴിവാക്കിയ എന്താ അറിയോ, എന്തോ ഒരു പ്രശ്നം സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതുകൊണ്ടാട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ആ ബദറിൻ്റെ നിർണായക ഘട്ടത്തിൽ റസൂലുള്ള ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ, ഞങ്ങൾ മരിച്ചാൽ ഇവിടെ വേറെ ആരും എനിക്ക് ഇബാദത്തെടുക്കാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, ഖിളർ അവിടെ ഇല്ലല്ലോ, ഖിളർ വേറെ ഏതെങ്കിലും നാട്ടിലായിരിക്കുമല്ലോ, മൂപ്പർ അവിടെ നിന്ന് ഇബാദത്തെടുക്കുമല്ലോ. അപ്പം എന്താ അർത്ഥം? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് മഹാനായ ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി പറയാം, ഫലൗ കാനൽ ഖളറു ഹയ്യൻ ലകാന വഖൂഫു തഹ്ത ഹാദിഹിൽ റായ. അദ്ദേഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ ഉണ്ടാകുമല്ലോ. അതുപോലെ ഇബ്നു കതീർ പറയാം, ഫഇൻ ഖീല, ഇനി ഒരാൾ പറയാൻ, ഹൽ യുഖാലു ഇന്നഹു കാന ഹാദിറൻ ഫി ഹാദിഹിൽ മവാത്തിനി കുല്ലിഹാ, ഖിളർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, ലാകിൻ ലം യകുൻ അഹദുൻ യറാഹു, ഒരാൾക്കും അയാളെ കാണാൻ പറ്റൂല. അങ്ങനത്തെ രൂപത്തിലാണ് അള്ളാഹു അദ്ദേഹത്തെ ഒരുക്കിയിരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ മറുപടി, ഫൽ ജവാബ്, അതിൻ്റെ മറുപടി, അന്നൽ അസ്ല അദമു ഹാദൽ ഇഹ്തിമാലിൽ ബഈദ്, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് ഇത്. ഇങ്ങനത്തെ ഒരു ധാരണയെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അങ്ങനെ അദ്ദേഹത്തെ, ഈ പ്രവാചകന്റെ ഈ പ്രാർത്ഥനയിൽ നിന്ന് അദ്ദേഹത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇസ്ലാമിൻ്റെ രേഖയിൽ കാണാൻ കഴിയില്ല. എന്നിട്ട് ഇബ്നു കതീർ പറയാം, സുമ്മ മൽ ഹാമിലു ലഹു അലാ ഹാദൽ ഇഖ്തിഫാ വളുഹൂറുഹു അഅ്ലമുൽ അജ്രി. പിന്നെ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ഈ ഖിളർ രംഗത്ത് വരാതെ അയാൾ മറഞ്ഞിരിക്കാനുള്ള പ്രേരണ എന്താണ്? ഈ ഖിളർ രംഗത്ത് വരില്ല, മൂപ്പര് മറിഞ്ഞിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഒരു ഗുണമല്ല. വളുഹൂറുഹു അഅ്ലമുൽ അജ്രിഹി, അദ്ദേഹം രംഗത്ത് വരലല്ലേ വലിയ കൂലിയുള്ള കാര്യം. വഅലാഫി മർത്തബത്തിഹി, വലിയ സ്ഥാനം കിട്ടൂലേ മൂപ്പർക്ക്. സുമ്മ ലൗ കാന ബാഖിയം ബഅദഹു ലകാന തബ്ലീഗുഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഹാദീത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അയാളുണ്ടെങ്കിലോ, നബി തങ്ങളുടെ ഹദീസ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമല്ലേ? അതുപോലെ തന്നെ നബിൻ്റെ ഹദീസ് ആളുകൾ നിഷേധിക്കുകയും ദുർബലമായ ഹദീസുകളുമായി വരികയൊക്കെ ചെയ്യുമ്പോൾ ഖളർ ഉണ്ടെങ്കിൽ
അദ്ദേഹത്തിന് ചാടി വീണുകൊണ്ടിടോ അതൊക്കെ കള്ള ഹദീസാണ്, അതൊന്നും സ്വീകരിക്കണ്ട, ഇതാണ് ശരി ഹദീസാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് രംഗത്ത് വരാറല്ലോ. മാത്രമല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ശക്തി പകരുന്ന രൂപത്തിലുള്ള പ്രബോധനവുമായി അദ്ദേഹത്തിന് വരാമല്ലോ. വൽ ഹുക്കാം, നല്ല ഭരണാധികാരികൾക്ക് സേവനം ചെയ്യാമല്ലോ അദ്ദേഹത്തിന്. വ തക്രീറുൽ അദില്ലത വൽ അഹ്കാം അഫ്ളൽ, ദലീലുകൾ, തെളിവുകൾ, വിധിവിലക്കുകളൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ മൂപ്പരിങ്ങനെ പറയുമ്പോൾ അഫ്ളല, അതല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. പിന്നെ എന്തിനാണ് അയാൾ മാ യുഖാലു അന്നു മിൻ കുനൂനിഹി ഫിൽ അംസാർ, നാടുകളിൽ അയാൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എന്താ? എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്? അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അപ്പം അങ്ങനെ സംഭവമില്ല, അയാളൊക്കെ എന്തോ മരിച്ചു പോയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഖിളറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മരിച്ചു എന്ന് തീർത്തും പേർത്തും നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. മാനാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ച് എന്താണ് ഇയാളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ആനവറുകൾ പറഞ്ഞു, അമ്മാ നുബുവത്തു മിൻ ബഅദി മഅബഅത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുഹാ ഇലൈഹി, അയാൾ നബിയാണെന്ന് പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അങ്ങനെ അയാൾക്കൊരു വഹി വന്നിട്ട് നമുക്ക് രേഖയിൽ എവിടെയും കാണാൻ കഴിയില്ല. നബിൻ്റെ മുമ്പ് അയാൾ നബി ആയിരുന്നോ അല്ലേ എന്നുള്ളതിൽ ആളുകളുടെ ഇടയിൽ തർക്കമുണ്ട്. എങ്ങനെയാണ്? നമ്മളെ സമയം കഴിഞ്ഞ മോനെ. അപ്പോൾ ഇനി നമ്മൾ ഇമാം ബുഖാരിയുടെ സ്വഹീൽ ഖദറിൻ്റെയും മൂസ അലൈഹി സ്വലാമിൻ്റെയും വളരെ ചരിത്ര സംഭവമായ ഒരു ഹദീസാണ്. അത് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അഥവാ ഇന്ന് നമ്മൾ പറഞ്ഞത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്താണ് ഖിളർ ജീവിച്ചത്. അതാണ് അവർ രണ്ടാളുടെയും ഇടയിലുള്ള ചരിത്രം എന്ന് പറഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഈസ അലൈഹി സ്വലാമിൻ്റെയും ഇടയിൽ 1500 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടെന്ന് ഇമാം സുയൂത്തിയുടെ തഫ്സീർ അദ്ദുറുൽ മൻസൂറിൽ കാണാം. അതുപോലെ ഈസ അലൈഹി സ്വലാമിൻ്റെയും മുഹമ്മദ് നബിയുടെയും ഇടയിൽ 600 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ടെന്നും ദുറുൽ മൻസൂറിൽ കാണാമെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് 1400 ചില്ലാനം വർഷത്തിൻ്റെ ദൈർഘ്യം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ആരെങ്കിലും വല്ലതും കൂട്ടി നോക്കി ഞങ്ങൾ? മൂസാ നബിൻ്റെ ഈസാ നബിൻ്റെ ഇടയിൽ 1500, ഈസാ നബിൻ്റെയും മുഹമ്മദ് നബിൻ്റെ ഇടയിൽ 600, അപ്പോൾ 2100 അല്ലേ? അല്ലേ? പിന്നെ അവിടെ നിന്ന് കേട്ടി നമ്മൾ 1446 അല്ലേ? അതും കൂടി കൂട്ടിയാൽ അത്ര അപ്പുറത്താണ് മൂസ അലൈഹി സ്വലാം ജീവിച്ചത് എന്നർത്ഥം, ഖിളർ ജീവിച്ചത് എന്നർത്ഥം. എന്നിട്ട് ഖിളർ എന്നുള്ള പേര് ലഭ്യമാവാനുണ്ടായ കാരണം എന്താണ്? ഖളിർ എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ പറഞ്ഞു അല്ലേ? ഇന്നമാ സുമ്മിയൽ ഖളിറ, ഖളിർ എന്ന് പേര് വെട്ടു. കാരണം എന്താണ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞോളീം. പറയാം. അയ്യോ അദ്ദേഹം ഉണങ്ങിയ സ്ഥലത്ത് പോയിരുന്നാൽ, പുല്ല് മുളക്കാത്ത സ്ഥലത്ത് പോയിരുന്നാൽ അവിടെ പുല്ല് മുളച്ച് സസ്യലതാദികൾ സമ്പന്നമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ്. ബുഖാരിയിൽ എത്രാമത്തെ ഹദീസ് നമ്മളാ പറഞ്ഞത്? 402 അല്ലേ? പിന്നെ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ഏത് ഗ്രന്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്? അൽബിദായത്ത് വന്നിഹായ്, ഇബ്നു കസീറിന്റെ അൽബിദായത്ത് വന്നിഹായിൽ അദ്ദേഹം പറയാണെന്ത്? ഇബ്നു ഖുതൈബയുടെ അൽ മആരിഫിൽ കാണാം അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ബല്യബിനു മൽക്കാൻ. ബല്യബിനു മൽക്കാൻ. ഓക്കെ അല്ലേ? പിന്നെ ഖിളർ അലൈഹിസ്സലാമാണ് നബിയാണ് അല്ലെങ്കിൽ വലിയാണ് എന്ന് വിഷയ തർക്കം വന്നാൽ നമ്മൾ അവിടെ എന്താണ് സ്വീകരിക്കേണ്ടത്?
ഖിളർ നബിയാണോ വലിയാണോ എന്ന തർക്കം വന്നാൽ നമ്മൾ പറയേണ്ടത് ഇത് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ്. ഇസ്ലാമിൻ്റെ രേഖകൾ കൊണ്ട് അദ്ദേഹം നബിയാണെന്നും വലിയാണെന്നും സ്ഥാപിക്കാൻ കഴിയില്ല. അദ്ദേഹം നബിയാണ് അല്ല നബി അല്ല എന്നൊന്നും സ്ഥാപിക്കാനുള്ള രേഖ നമ്മുടെ കയ്യിലില്ല. മനസ്സിലായില്ലേ? പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിയാണെങ്കിലും നമുക്ക് വിരോധമല്ല, വലിയാണെങ്കിലും വിരോധമല്ല. അങ്ങനെയാണ് നമ്മൾ അതിൽ നിൽക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു എന്നതിൻ്റെ രേഖ എന്താ? ഒന്നാമത്തെ രേഖ എന്താ നമ്മൾ പറഞ്ഞേ? വെരി ഗുഡ്. രണ്ടാമത്തെ രേഖ എത്ര നമ്പർ ഹദീസാണ്? അങ്ങോട്ട് പോയല്ലേ? 601 നമ്പർ ഹദീസ് അല്ലേ? നബി പറഞ്ഞു ഇന്നത്തെ രാത്രിയിൽ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരും ഇന്ന് മുതൽ 100 വർഷം പൂർത്തിയായാൽ എല്ലാവരും മരണപ്പെട്ട് മണ്ണിനടിയിലാകും അല്ലേ? അതല്ലേ ഹദീസിലുള്ളത്? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ മൂന്നാമത്തെ എന്താണ്? സൂറത്ത് ആലിമ്രാനിലെ 81 ആയത്തിലെ അമ്പിയാക്കന്മാരിൽ നിന്ന് അല്ലാഹു തആല കരാർ സ്വീകരിച്ചു. മുഹമ്മദ് നബി വന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് കരാർ മേടിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ്റെ ആയത്താണ്. അപ്പോൾ ഖിളർ എന്നവർ നബിയാണെങ്കിലും വലിയാണെങ്കിലും മുഹമ്മദ് നബിയെ സമീപിക്കാൻ അദ്ദേഹം നിർബന്ധിതനാണ്. കാരണം എല്ലാവരിൽ നിന്നും കരാർ മേടിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. അപ്പോൾ മുഹമ്മദ് നബിയുടെ കാലത്ത് അയാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ അടുക്കൽ ചെല്ലൽ അയാൾക്ക് നിർബന്ധമാണ്. ഈ ആയത്തിൽ കിട്ടി, പക്ഷെ എത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം മരിച്ചുപോയി എന്നാണ്. മനസ്സിലായില്ലേ? അടുത്ത തെളിവ് എന്താ പറഞ്ഞിരുന്നു നമ്മൾ? നാലാമത്തെ തെളിവ് ബദർ യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ തുഹ്ലിക് ഹാദിഹിൽ ഇസ്വാബ ലാ തുഅബദു ബഅദഹാ ഫിൽ അർള്. അല്ലാഹുവേ, ഈ സംഘത്തിനെ നശിപ്പിച്ചാൽ ഇവർ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവില്ല റബ്ബേ. ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഖിളർ ഇല്ല, മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ്. ഉണ്ടായിരുന്നെങ്കിൽ നബിയുടെ ഈ പ്രാർത്ഥനക്ക് അർത്ഥവും ഉണ്ടാവില്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? പിന്നെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ചിലർ പറയുന്നുണ്ടല്ലോ അദ്ദേഹം ആൾക്കാർ കാണാതെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കാണാതെ നടക്കുന്നതിൽ പുണ്യമില്ല, കണ്ട് നടക്കലാണ് പുണ്യം. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ട ദഅവത്തും തൗഹീദും എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഏതായിരുന്നാലും ഇനി നമുക്ക് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹവും തമ്മിലുണ്ടായ വളരെ സമഗ്രമായി നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ഉള്ള ഒരു പാഠം അവരുടെ രണ്ടാളുടെയും ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രതിപാദിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇൽമു പഠിക്കുന്നതിൻ്റെ പുണ്യം കൊണ്ട് നമുക്ക് അള്ളാഹു ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.